ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കറി ലീവ്സ് കേരള. ഇന്ന് നമുക്കൊരു സിമ്പിളായിട്ടുള്ള മട്ടൻ ബിരിയാണി ഉണ്ടാക്കാം. മട്ടൻ ബിരിയാണി എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ്. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു മട്ടൻ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. എല്ലാവർക്കും പെട്ടെന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ റെസിപ്പിയാണിത്. നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അതിനായി നമുക്ക് 2-3 സവാള അരിഞ്ഞു വെക്കാം. കൂടെ കുറച്ച് സവാള വളരെ ചെറുതായിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അരിഞ്ഞു വെക്കണം. കൂടെ വെളുത്തുള്ളി, ഇഞ്ചി, ഒരു 5-6 പച്ചമുളക്, ഒരു ലെമൺ, പിന്നെ മല്ലിയില, പുതിനയില, ഒരു തക്കാളി ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ കാഷ്യൂ നട്ട്സും മുന്തിരിങ്ങയും സ്പൈസസും. പിന്നെ ഞാൻ ഇപ്പോൾ 1 കിലോ മട്ടനാണ് എടുത്തിരിക്കുന്നത്. ഒരു 600-700 ഗ്രാം ബസ്മതി അരി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, ഒരല്പം ഗരം മസാല, ഒരല്പം ബിരിയാണി മസാല എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞാനൊരു പോപ്പി സീഡ് എടുത്തിട്ടുണ്ട്. ഈ പോപ്പി സീഡും കശുവണ്ടിയൊക്കെ നമുക്ക് കുതിർത്ത് വെച്ചിട്ട് അരച്ച് ബിരിയാണിക്ക് ചേർക്കാനുള്ളതാണ്. അത് വളരെ ടേസ്റ്റ് തരും. എടുത്തിരിക്കുന്ന അളവുകളെല്ലാം വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഡിസ്ക്രിപ്ഷനിലും കറക്റ്റായിട്ടുള്ള അളവും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മട്ടൺ ആദ്യം ഒന്ന് കഴുകി വൃത്തിയാക്കി അല്പം ഉപ്പും അല്പം കുരുമുളകും അല്പം മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇപ്പം തന്നെ ഇടാം. പിന്നെ കറിയിൽ ഉപ്പിടുമ്പോൾ സൂക്ഷിക്കണം, കാരണം ഈ ഉപ്പും കൂടി ഇടേണ്ടതുകൊണ്ട് എല്ലാം കൂടി നോക്കിയിട്ട് അവസാനം പിന്നെ ഉപ്പിട്ടാൽ മതിയാവും. അതുപോലെ കുരുമുളകും ആദ്യമേ ഇപ്പോൾ ഇടുന്നതുകൊണ്ട് ആവശ്യത്തിനനുസരിച്ച് പിന്നെ ഇട്ടാൽ മതിയാവും. നേരത്തെ പറഞ്ഞ പോലെ പോപ്പി സീഡും 3-4 കശുവണ്ടിയും കൂടി ഞാൻ വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇത് പിന്നെ മിക്സിയിൽ അടിച്ചെടുക്കണം. ഉള്ളി വഴുത്താനായിട്ട് ആദ്യം നമുക്ക് അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. കൂടെ അല്പം വെളിച്ചെണ്ണയും കൂടി ഒഴിക്കാം. ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഈ സവാളയൊക്കെ അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ നമുക്കൊന്ന് വഴറ്റണം ഇത്. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി അരച്ച പേസ്റ്റാണിത്. ഇത് നമുക്ക് സവാളയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പം സവാള ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഞാൻ അല്പം മല്ലിപ്പൊടിയും മുളക് പൊടിയും മസാലയും കൂടി കുറച്ച് ഇട്ട് കൊടുക്കാം അതിനകത്ത്. നമുക്കിനിയും തക്കാളി ഇട്ട് കൊടുക്കാം. ഒരു 5 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ചിട്ടൊന്ന് വേവിക്കാം. ഇപ്പം ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ ആ മട്ടൺ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ മട്ടണിൽ ഓൾറെഡി ഉപ്പും കുരുമുളകൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇനിയും ആ ഉപ്പും കുരുമുളകൊക്കെ കുറച്ച് നോക്കിയിട്ടൊക്കെ ഇട്ട് കൊടുത്താൽ മതി. ഇപ്പം ഞാൻ അതിൽ ആ ബിരിയാണി മസാല അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. നമുക്കതിലോട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അത് ചെറുതായിട്ടൊന്ന് മട്ടൺ വെന്ത് വരാൻ സഹായിക്കും. ഞാനൊരല്പം ഉപ്പും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്.
നല്ലതുപോലെ ഇളക്കിയിട്ട് മട്ടൺ വേവാൻ വേണ്ടി നമുക്ക് അടച്ചു വെക്കാം. ഇനി നമുക്ക് വേറൊരു പാത്രത്തിൽ കശുവണ്ടിയും മുന്തിരിങ്ങയും കൂടി ഒന്ന് വറുത്തെടുക്കാം. അധികം കരിയാതെ ഒരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ തന്നെ എടുക്കണം. ആ എണ്ണയിൽ തന്നെ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച സവാള ഫ്രൈ ചെയ്തെടുക്കാം. അധികം കരിയാതെ ഗോൾഡൻ ബ്രൗണിൽ തന്നെ എടുക്കണം. ഒരല്പം ഉപ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. ഇപ്പം ഏകദേശം ആയി വരുന്നുണ്ട്. നമുക്കിത് കോരി മാറ്റി വെക്കാം. മട്ടൺ ഇപ്പോൾ വെന്ത് വരുന്നുണ്ട്. ഞാൻ അതിലേക്ക് മല്ലിയിലയും പുതിനയിലയും ഇട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് അരി ഒന്ന് തിളപ്പിക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിൽ അല്പം നെയ്യ് ഒഴിച്ചിട്ട് എടുത്തു വെച്ച സ്പൈസസ് ഇട്ട് ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്യാം. അതിലോട്ട് കഴുകി വെച്ചിരിക്കുന്ന അരിയും കൂടി ഇടാം. ഇട്ട് ചെറുതായിട്ടൊന്ന് വറുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അല്പം ഉപ്പ് ഒഴിച്ച് നമുക്ക് വേവിക്കാം. അധികം വെള്ളം കൂടി പോകാതെ സൂക്ഷിക്കണം, അല്ലെങ്കിൽ അരി അങ്ങ് കുഴഞ്ഞു പോകും. ഒരു കപ്പ് അരിക്ക് ഒരു 1.5 കപ്പ് വെള്ളമായിരിക്കും അതിൻ്റെ കറക്റ്റ് കണക്ക്. പിന്നെ ഉപയോഗിക്കുന്ന അരിക്കനുസരിച്ചിട്ടും അതിൻ്റെ വേവ് വ്യത്യാസം ഉണ്ടാകും. ഇപ്പം നമ്മുടെ മട്ടൺ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പോപ്പി സീഡും കശുവണ്ടിയും കൂടി അരച്ചെടുക്കാം. ഇനി ആ പേസ്റ്റ് നമുക്ക് മട്ടൻ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരല്പം കേർഡും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായി ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ബിരിയാണിക്ക് അരിക്ക് അല്പം കളർ കിട്ടാനായിട്ട് നമുക്ക് ഒരല്പം പാലെടുത്തൊന്ന് വാം ചെയ്തിട്ട് അതിലോട്ട് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ബിരിയാണി ഒന്ന് ദമ്മാക്കുന്ന സമയത്ത് ഇത് നമ്മൾ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് അരി വൈറ്റായിട്ടും കുറച്ച് അരിക്ക് ഒരു മഞ്ഞ കളറും നമുക്ക് കിട്ടും. ഇപ്പം നമ്മുടെ അരി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ദം ചെയ്യാം. മട്ടൻ താഴെ നിരത്തി തന്നെ നമുക്കതിന് മുകളിൽ അരിയും ഇട്ട് ബാക്കി എടുത്തു വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട്സും കിസ്മിസും ഫ്രൈ ചെയ്തിരിക്കുന്ന ഓണിയൻസും ബാക്കി പുതിന ഇലയെല്ലാം ഇട്ട് നമുക്ക് നല്ലപോലെ ദം ചെയ്തെടുക്കാം. ഇതേപോലെ മഞ്ഞപ്പാൽ കുറച്ച് സ്ഥലത്തേക്ക് ഒഴിച്ചാൽ മതി. എല്ലായിടത്തും കൂടി ഒഴിച്ചാൽ ആ കളറിൻ്റെ വ്യത്യാസം കിട്ടത്തില്ല. ഇനിയും നമുക്ക് ഇത് അടച്ചു വെച്ച് ദം ചെയ്യാം. മാവൊന്നും വെച്ച് ലോക്ക് ചെയ്യേണ്ട കാര്യമില്ല. അടപ്പിന് മുകളിലായിട്ട് കുറച്ച് ചൂടുള്ള വെള്ളം 2 പാത്രത്തിൽ വെച്ചാൽ തന്നെ മേളിൽ നിന്നും ആവി കിട്ടിക്കോളും. 15 മിനിറ്റ് ഒന്ന് ദം ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ അടിപൊളി നാടൻ മട്ടൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ആദ്യം പറഞ്ഞ പോലെ വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവർക്കും പെട്ടെന്ന് ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു മട്ടൻ ബിരിയാണി റെസിപ്പിയാണിത്.
നമുക്കിനി ബിരിയാണി ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. വളരെ നല്ലപോലെ വന്നിട്ടുണ്ടത്. ആരിയൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല. നല്ല രീതിയിൽ ദമ്മായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യുക. കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.